ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് ലഭിക്കുന്നതും ഷോർട്ട് ടൈമിൽ ഡീസന്റ് റിട്ടേൺ തരാൻ ശേഷിയുള്ളതുമായ IT സെക്ടറിലെ 3 സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് LTI Mindtree. LTI Mindtree കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകി 4901 സ്റ്റോക്ക് ക്ലോസിംഗ് നൽകിയത്. LTI Mindtreeയുടെ 52 വീക്ക് ഹൈ 6442. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ലോ 4513. 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ലഭിക്കുന്ന ഒരു ക്വാളിറ്റി IT സ്റ്റോക്കാണ് LTI Mindtree. LTI Mindtreeയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്ന അപ്ഡേറ്റ്, LTI Mindtree എന്ന കമ്പനി ജിയോഗ്രഫിക്കൽ എക്സ്പാൻഷനിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സൗദി അറേബ്യയുടെ ക്യാപിറ്റലായ റിയാദിൽ കമ്പനി പുതിയ ഒരു ഹെഡ്ക്വാർട്ടർ ആരംഭിച്ചു കഴിഞ്ഞു. സൗദി അരാംകോ എന്ന കമ്പനിയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായ ഡിജിറ്റൽ ഇൻ്റഗ്രേറ്റഡ് സൊല്യൂഷൻസ് കമ്പനിയുമായി ചേർന്ന് LTI Mindtree ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി ആരംഭിക്കുകയും ചെയ്തു. കമ്പനി പ്രധാനമായും മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്കൻ റീജിയനിലുള്ള ജിയോഗ്രഫിക്കൽ പ്രസൻസ് ആണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിൽ LTI Mindtreeയുടെ എംപ്ലോയീസ് ഹെഡ് കൗണ്ട് 84,546 നിന്നും 81,650 ഇടിഞ്ഞെങ്കിലും മിഡിൽ ഈസ്റ്റിലുള്ള ഹെഡ് കൗണ്ട് 293 നിന്നും 267 ഉയർന്നിട്ടുണ്ട്. അതായത് കമ്പനി ജിയോഗ്രഫിക്കൽ എക്സ്പാൻഷനിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. LTI Mindtree എന്ന സ്റ്റോക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്തായിട്ടാണ് ലഭിക്കുന്നത്. 4550 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സൈക്കോളജിക്കൽ സപ്പോർട്ട് കൂടിയാണ്. 4400 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് LTI Mindtree എന്ന സ്റ്റോക്കിൽ 6000 പോലുള്ള ടാർഗറ്റ് Q1 റിസൾട്ടിന് മുൻപേ പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് HCL ടെക്നോളജി ലിമിറ്റഡ്. HCL ടെക്നോളജി കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.65% ഉയർന്ന് 1428 ക്ലോസിംഗ് നൽകി. 3.87 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 24.68, ഡിവിഡൻഡ് yield 3.64%. 52 വീക്ക് ഹൈ 1697, 52 വീക്ക് ലോ 1087. HCL ടെക്നോളജിയും 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. HCL ടെക്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന അപ്ഡേറ്റാണ്. ജർമ്മൻ കോർപ്പറേറ്റ് പ്രൈമറി ബാങ്കായ അപ്പോ ബാങ്കുമായി ചേർന്ന് HCL ടെക്ക് $278 മില്യൺ ഒരു ഡീലിൽ എത്തിയിട്ടുണ്ട്. ആൾറെഡി അപ്പോ ബാങ്കുമായി HCL ടെക്ക് എന്ന കമ്പനിക്ക് മുമ്പും ഡീലുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഡീല് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യുകയാണ് കമ്പനി ചെയ്തത്. ഏകദേശം $278 മില്യൺ ഡീൽ 7.5 വർഷത്തേക്കാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോ ബാങ്കിൻ്റെ ഡിജിറ്റൽ ഫൗണ്ടേഷൻ സർവീസ് ഹൈ ക്വാളിറ്റി സ്കേലബിളായി ഇനേബിൾ ചെയ്യുക എന്നുള്ള ടാർഗറ്റാണ് HCL ടെക്ക് എന്ന കമ്പനിക്കുള്ളത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ HCL ടെക്ക് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഫോക്കസ് ചെയ്യാവുന്നതാണ്. പ്രമുഖ പല ബ്രോക്കേജ് ഏജൻസിയും HCL ടെക്കിൽ ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റും നൽകിയിട്ടുണ്ട്. HDFC സെക്യൂരിറ്റീസ് ബൈ എന്ന റേറ്റിംഗും 1650 രൂപയുടെ ടാർഗറ്റ് നൽകി. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ ക്വാർട്ടർ കമ്പനി അത്ര മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചില്ല. ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ റവന്യൂ 6.86% ഉയരുകയും 3995 കോടിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് രേഖപ്പെടുത്തുകയും ചെയ്തു. HCL ടെക്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ പ്രൊമോട്ടേഴ്സിന് 60% സ്റ്റേക്ക് ഹോൾഡിംഗും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 19.65%, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 14.88% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. ട്രെൻഡ് ലൈൻ സപ്പോർട്ടിൽ നിന്നും സ്റ്റോക്ക് ഒരല്പം ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ട്രെൻഡ് ലൈൻ സപ്പോർട്ടായ 1300 എന്ന ലെവലിനെ റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ സ്റ്റോക്കിൽ സപ്പോർട്ടിൽ എൻട്രി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ലഭിക്കും. അതല്ല കറണ്ട് മാർക്കറ്റ് പ്രൈസിലും സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നവർ 1200 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 1600, 1700 തുടങ്ങിയ ടാർഗറ്റ് HCL ടെക്ക് എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ IT സെക്ടറിലെ സ്റ്റോക്ക് വിപ്രോ ലിമിറ്റഡ് ആണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ വിപ്രോയും ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകി 475 രൂപയ്ക്കടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 2.48 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 22.84, ഡിവിഡൻഡ് yield 0.21%. 52 വീക്ക് ഹൈ 545, 52 വീക്ക് ലോ 375. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 3 IT സെക്ടറിലെ സ്റ്റോക്കുകളെയും ഷോർട്ട് ടൈമിലേക്ക്, അതായത് 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q1 റിസൾട്ട് വരുന്നതിന് മുന്നോടിയായാണ് പരിഗണിക്കുന്നത്. വിപ്രോ എന്ന കമ്പനികളുടെ ബിസിനസ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ലാബ് 45 എന്ന പേരിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്.
ഇവിടെ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവീസ്, മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ് ടെക്നോളജി എന്നിവ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോമാണ് ലാബ് 45 എന്ന പേരിൽ വിപ്രോ എന്ന കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വിപ്രോ ലോഞ്ച് ചെയ്തിരിക്കുന്ന ലാബ് 45 സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും വരും ദിവസങ്ങളിലും വിപ്രോ എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. വിപ്രോ എന്ന സ്റ്റോക്കും സപ്പോർട്ടിനടുത്ത് ലഭിക്കുന്നു. 475 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ്. ഇവിടെ നിന്നും സ്റ്റോക്ക് കറക്റ്റായി 450 എന്ന ലെവൽ റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെയും സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 425 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 500, 545 പോലുള്ള ടാർഗറ്റുകൾ ഷോർട്ട് ടൈമിൽ വിപ്രോ എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ ഏറ്റവും അട്രാക്റ്റീവ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നത് HCL ടെക് എന്ന സ്റ്റോക്കിലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്